ഞാൻ എവിടെ, സുലൈമാൻ എവിടെ, എൻ്റെ രാജപദവി എവിടെ, സുലൈമാൻ്റെ രാജപദവി എവിടെ? അവർ അത്ഭുതപ്പെടുകയാണ്. ആ രംഗം കണ്ടപ്പോൾ ഇനി ഒന്നും പറയാനില്ല. ഖാലത്ത്, അവൾ പറഞ്ഞു റബ്ബി ഇന്നി ളലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്നി ളലംതു നഫ്സി, തീർച്ചയായും ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചവളാണ്. ഞാൻ എന്നോട് ഒരുപാട് അക്രമം ചെയ്തിട്ടുണ്ട്. എന്താ അവർ ചെയ്ത അക്രമം? ശിർക്കാണ്. ഏറ്റവും കടുത്ത അക്രമം തന്നെയാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. വമ്പിച്ച അക്രമം ശിർക്ക് തന്നെയാണ്. എൻ്റെ താഴെ ഏത് പിന്നെ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ എന്തെന്നെ പറയാ? ലുൽമ് തന്നെ പറയാം. കാരണം നമ്മുടെ ബോഡി സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്. ആ സ്വർഗത്തിലേക്ക് പോകേണ്ട ബോഡിയെ നമ്മൾ നരകത്തിൻ്റെ വിറകാക്കുകയാണ്. നമ്മളോട് നമ്മൾ എന്താ ചെയ്യുന്നത്? അക്രമ ചെയ്യുന്നത്. എനിക്ക് സുഖസൗകര്യങ്ങൾ കിട്ടുന്നത് ഇല്ലാതാക്കിയിട്ട് എൻ്റെ ബോഡിയെ ഞാൻ തീക്ക് വിറകാക്കുകയാണ്. ഏത് പാപവും ചെയ്യുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നേ ഉള്ളൂ. ഏതു പാപവും ഓരോരുത്തരും അവരവരുടെ ദേഹത്തോട് ചെയ്യുന്ന കടുത്ത അക്രമമാണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ, നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും അല്ലാത്ത പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പറയുന്നില്ലേ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത ദുആയാണത്. നബിയെ, നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്.